പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? നിങ്ങളുടെ ജീവനും അഭിമാനത്തിനും വിലയുള്ള അതേ അളവിൽ തന്നെയാണ് സർ ഞങ്ങൾക്കുമുള്ളത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് ആഹ്വാനമായിട്ട് ഒരു നേതാവ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ബസ് ഇറക്കണമെന്ന് ട്രോളന്മാർ, ശരീരം മുഴുവൻ ക്യാമറ വെച്ച് ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന പുരുഷന്മാരുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് AI ക്രിയേഷനുകൾ. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? മണിക്കൂറിൽ 2 സ്ത്രീകളെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നു എന്ന് കണക്കുകൾ വന്നിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. 4000-ൽ പരം റേപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബസ്സിലെന്നല്ല, ട്രെയിനിലെന്നല്ല, പൊതുസമൂഹത്തിലെന്നല്ല, സ്വന്തം വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാനസികവും ശാരീരികവുമായി ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ട വ്യക്തിക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കുറച്ചു കാര്യങ്ങൾ ഞാൻ പറയാം. LKGയിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ ഡ്രൈവർ ബലാത്സംഗം ചെയ്തു. 14-കാരിയെ ബലാത്സംഗം ചെയ്ത് കഴുത്ത് തിരിച്ചു കൊന്നു. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ ചൂഷണം ചെയ്തു. 2026 തുടങ്ങിയിട്ട് 21 ദിവസം പൂർത്തിയാകുമ്പോൾ പുറത്തു വന്ന വാർത്തകൾ ഇതിനപ്പുറമാണ്. സ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ട വാർത്തകൾ ഇത്രയധികം വന്നിട്ടും ഇതുപോലുള്ള ട്രോളുകളൊന്നും ഞാൻ കണ്ടതേയില്ലല്ലോ. ഒറ്റപ്പെട്ട ഈ ഒരു സംഭവം കേരളത്തിലെ പുരുഷന്മാർക്കിടയിൽ കത്തിക്കയറുകയാണ്. നിങ്ങളുടെ ജീവനും അഭിമാനത്തിനും വിലയുള്ള അതേ അളവിൽ തന്നെയാണ് സർ ഞങ്ങൾക്കുമുള്ളത്. എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ്. 1-2 ഇത്തരം തെറ്റായ പ്രചരണത്തിന്റെ പേരിൽ നിങ്ങളുടെ മാനത്തിനെ ആരും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ പേടിച്ചിരിക്കരുത്. നിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം.